ഞാൻ ക്യാം വരയ്ക്കാനായിട്ട് ഫോളോവറിനെ പറ്റി പറഞ്ഞു, 4 ഫോളോവറിനെ പറ്റി പറഞ്ഞു, ക്യാമിൻ്റെ ഒരു ചെറിയ ബേസിക്കും പറഞ്ഞു. ഇതാണ് ക്യാമിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്യാമ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ക്യാമ് വരയ്ക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഏതാണോ ചോദിക്കുന്നത് അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം ഓരോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എഴുതാൻ നേരത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദി ഫോളോവർ ഹാവിങ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു. ഇപ്പം ഞാനിപ്പം മൊത്തം 4 എണ്ണം ഉണ്ടല്ലോ. യൂണിഫോം വെലോസിറ്റി ഉണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്, യൂണിഫോം അക്സലറേഷൻ റിട്ടർഡേഷൻ ഉണ്ട്, സൈക്ലോയിഡൽ മോഷൻ ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ യൂണിഫോം വെലോസിറ്റിയാണ് നോക്കുന്നത്. അപ്പം നമ്മൾ കണക്ക് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഓഫ് ദ ഫോളോവർ ഹാവിങ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഹെഡിങ് കൊടുക്കാം. യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോം വെലോസിറ്റി ആണ്. ശരി, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്നൊക്കെ വേണമെന്ന് അറിയാമോ? ഞാൻ അപ്പോഴേ പറഞ്ഞ സ്ട്രോക്ക് എന്ന് പറഞ്ഞ സാധനം വേണം, എസ്. തീറ്റ ഒ, അതായത് അത് പൊങ്ങുന്നതിൻ്റെ ആംഗിൾ അത് വേണം. അതുപോലെ തന്നെ ആ പൊങ്ങുന്നതിൻ്റെയും ആ ഇറങ്ങുന്നതിൻ്റെയും ഇടയ്ക്കുള്ള നിരപ്പിൽ തീറ്റ ഡി അത് വേണം. പിന്നെ ഇറങ്ങുന്നതിൻ്റെ ആംഗിളും വേണം. ഓക്കെ, അങ്ങനെ ഈ 3 ആംഗിൾ ഉണ്ടെങ്കിൽ 3 ആംഗിളും ഈ എസ്സും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം മിക്കപ്പോഴും പഠിപ്പിക്കുമ്പം 60, 30, 60 ആംഗിൾ ഇട്ട് പഠിപ്പിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മിക്കപ്പോഴും വേറെ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഇതിനെ ഒരു 120 ഡിഗ്രി ആയിട്ട് എടുത്തു, ഇതിനൊരു 30 ഡിഗ്രി ആയിട്ട് എടുത്തു, ഇതിനെ ഞാനൊരു 90 ഡിഗ്രി ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിനെ ഞാനൊരു 50 mm ആയിട്ടും എടുത്തു. 50 mm എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ. ഓക്കെ, ശരി. തീറ്റാവോ എന്താണെന്നറിയാലോ? ക്യാം ഇങ്ങനെ ഇരിക്കുവാണ്, ക്യാമ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങുന്ന ആംഗിളാണ് തീറ്റാവോ 120 ഡിഗ്രി. അതിനുശേഷം ഇടയ്ക്കുള്ള നിരപ്പ് 30 ഡിഗ്രി, ഡെല്ല് 30 ഡിഗ്രി, പിന്നെ തീറ്റ ഇറങ്ങുന്നത് വന്നിട്ട് 90 ഡിഗ്രി. പിന്നെ അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 50 mm. ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഏത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാമാണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. യൂണിഫോം വെലോസിറ്റി ആണോ അതോ ബാക്കിയുള്ള 3 എണ്ണമാണോ ഏതെന്ന് മനസ്സിലാക്കിയിട്ട് അത് വെച്ച് വരയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറയാം. അപ്പം ഇത് ആദ്യം എടുത്ത് എഴുതി. അപ്പം കാൽക്കുലേറ്ററിൽ ആദ്യം ഈ 3 ആംഗിൾ ആഡ് ചെയ്യുക. 120. ഇത് വേണമെങ്കിൽ അല്ലാതെ പറയാം, പക്ഷെ വേറെ ഏതെങ്കിലും ആംഗിളാണ് വന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ് ആവും. പക്ഷേ ഈ സ്റ്റെപ്പിൽ അങ്ങനെ പോകുവാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ ചോദിച്ചാൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കും നിനക്ക് ഡൗട്ട് ഇല്ലാതെ സ്പീഡായിട്ട് തന്നെ ക്യാമ് വരയ്ക്കാൻ പറ്റും. ക്യാമിനാണ് കൂടുതലും സമയം വെറുതെ പോകുന്നത്. 120 + 30 + 90 240 എന്ന് പറഞ്ഞ് വരും. 240 എന്ന് പറഞ്ഞ് കിട്ടി എനിക്ക്. ഇതിപ്പം സപ്പോസ് ഇതിപ്പോൾ 150 ഇല്ലെങ്കിൽ അതിന് താഴെയോ ആണെങ്കിൽ ഞാൻ 1 സെന്റിമീറ്റർ = 10 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്താൽ മതിയായിരുന്നു. 1 സെന്റിമീറ്റർ = 10 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പം 240 ആണ്. അപ്പം ഞാൻ ഇതിനെ /20 ചെയ്ത് നോക്കാം. /20 അപ്പോൾ 12 എന്ന് പറയുമ്പോൾ എനിക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു? 240നെ /20 ചെയ്തത്. സ്കെയിൽ അപ്പോൾ 20 ആണ്. അപ്പം ഞാനിങ്ങനെ എടുക്കുന്നു. സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് എഴുതുക. സ്കെയിൽ 1, അതിന് പിന്നെ എക്സ് ആക്സിസിൻ്റെ അകത്ത് 1 സെന്റിമീറ്റർ = 20 ഡിഗ്രി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്കിത് മൊത്തം കൂട്ടാൻ നേരം സപ്പോസ് ഇപ്പോൾ 150 വന്നിരുന്നെങ്കിൽ നമുക്ക് 10 ഡിഗ്രി എടുത്തിരുന്ന ഓക്കെയാണ്, സ്കെയിൽ അങ്ങനെ വെക്കാം. പക്ഷേ ഇതിപ്പോൾ 240 ആയതുകൊണ്ട് 24 സെന്റിമീറ്റർ എടുക്കുന്ന പാടായതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ 1 സെന്റിമീറ്റർ = 20 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്തത്. അപ്പോഴത്തേക്കും എടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 12 എന്ന് പറഞ്ഞ് കിട്ടി. 240 / 20 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ എത്ര സെന്റിമീറ്റർ എടുക്കേണ്ടത്? മൊത്തം 12 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. 12 സെന്റിമീറ്റർ എടുത്തു മൊത്തം. ഇനി 12 സെന്റിമീറ്ററിൻ്റെ അകത്ത് ഇനിയിപ്പോൾ 120. ആദ്യത്തെ ഇപ്പം നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ തീറ്റാവോ തീറ്റ ഡി തീറ്റ ആർ അങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം 120 ഡിഗ്രീനെ നമ്മൾ സ്കെയിൽ എത്രയാണോ എടുത്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക.
സ്കെയിൽ എത്രയാണോ എടുത്തത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏത് ഈ ഒരു വാല്യൂവിന് നമ്മൾ സ്കെയിൽ എത്രയാണോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 20 എന്ന് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 6 എന്ന് പറഞ്ഞു കിട്ടി. അപ്പം 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആണ് എന്തോന്ന് തീറ്റ ഓ എന്ന് പറയുന്ന സാധനം 6 സെൻറ്റിമീറ്റർ ആണ്. അത് എത്ര ഡിഗ്രിയാ? 120 ഡിഗ്രി. അതിനുശേഷം 30 ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. അടുത്ത വാല്യൂവിനെ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1.5 എന്ന് കിട്ടും. അതാണ് സെൻറ്റിമീറ്റർ. 1.5 സെൻറ്റിമീറ്റർ അടുത്താണ് അടുത്ത പോയിന്റ്. അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇതാണ് എന്തോന്ന് തീറ്റ ഡി. ഇത് ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം അങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അതുകൊണ്ടാണ്. വേറെ ചില നമ്പേഴ്സ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഇതെങ്ങനെ വരും, ഇപ്പോൾ സ്കെയിൽ എങ്ങനെ എടുക്കും, ആ ഉള്ള രീതിയിൽ ചിലപ്പോൾ വന്നേക്കാം. പിന്നെ അടുത്തത് 90. ഇനിയിപ്പോൾ അടുത്ത വാല്യൂ ഏതാ? 90 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20 അല്ലേ? സ്കെയിൽ 20 അല്ലേ? അപ്പം 4.5. അപ്പം ബാലൻസ് 4.5 വന്നോ? അതെ, ബാലൻസ് 4.5 വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്തോന്ന് തീറ്റ ആർ എന്ന് പറഞ്ഞു കൊടുക്കുക. എത്രയാണ് തീറ്റ ആർ? 90 ഡിഗ്രി. ശരി. ഇനിയിപ്പം ഇതിന് ശേഷം ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് അല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആരോ എടുത്തിട്ട് ഇങ്ങനെ ഇതിനിങ്ങനെ കൊടുത്തിട്ട് തീറ്റ ഡി, അതായത് റിമൈനിങ് ഡ്വെല്ല്. റിമൈനിങ് ഡ്വെല്ല് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പൊങ്ങി നിരപ്പ് നിന്നു, അതിനുശേഷം താഴ്ന്നു, അതിനുശേഷം പിന്നെ ഇത്രയേ ഇങ്ങനെ കറങ്ങി വരണ്ടേ. അപ്പോൾ കറങ്ങി വരുന്ന റിമൈനിങ് ഡ്വെല്ല് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് 360 ഇത് 3 കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ. അപ്പം നോക്കി എത്ര വരും? 360 മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് 120 പ്ലസ് 30 പ്ലസ് 90 ബ്രാക്കറ്റ് ഇട്ടു, ഇസിക്കൽ ടു അടിച്ചപ്പോൾ 120 ഡിഗ്രി. അപ്പോൾ ബാലൻസ് 120 ഡിഗ്രി ഉണ്ട്. റിമൈനിങ് ഡ്വെൽ. അപ്പോൾ എഴുതുക റിമൈനിങ് ഡ്വെൽ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യാൻ നേരത്താണെങ്കിലും എഴുതി വെക്കുക. റിമൈനിങ് ഡ്വെൽ എന്ന് പറയുന്നത് 360 മൈനസ് എത്ര 240 ഇസിക്കൽ ടു 120 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുക. ഓക്കെ. ഇനിയിപ്പം കറക്റ്റായിട്ട് 90 ഡിഗ്രി വെച്ച് ഇത് മണ്ടയ്ക്കോട്ട് എടുക്കുക. ഇങ്ങനെ നിന്ന് മണ്ടയ്ക്കോട്ട് തന്നെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ആ പോയിന്റിൽ നിന്ന് മണ്ടയ്ക്കോട്ട് എടുക്കുക. ഓക്കെ. സ്ട്രോക്ക് എത്രയാണ്? സ്ട്രോക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50 mm. 50 mm എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. ഈ സ്ട്രോക്കിനെ സ്കെയില് ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ 20 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതിയത്. വൈ ആക്സിസ് ഒന്നും എഴുതാത്തതിന് കാരണം അതാണ്. ഒരിക്കലും നമ്മൾ സ്ട്രോക്കിനെ സ്കെയിൽ ചെയ്യണ്ട, അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. അത് മിക്കപ്പോഴും MM-ലായിരിക്കും തരുന്നത്. അങ്ങനെ ഇനിയിപ്പം ഇതിനെ ഞങ്ങളെ കൂട്ടിമുട്ടിച്ചു. അല്ല, മനസ്സിലായോ? അതായത് ഇത് തീറ്റാവോ, ഇത് തീറ്റ ഡി, ഇത് തീറ്റ ആർ. ഇതെന്ന് പറയുന്നത് എന്താണ്? സ്ട്രോക്ക് എത്രയാണിത്? 50 mm മുകളിലോട്ട്. ഓക്കെ, ഇവിടെ ഇത്രയാണെന്ന് സ്ട്രോക്ക്. ശരി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്രയായിരുന്നു? 4.5. അതിനുശേഷം 1.5 കറക്റ്റായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 4.5 ഇവിടെ വരും. അതിനുശേഷം 1.5 എന്ന് പറയുമ്പോൾ ഇത് വരും. ബാലൻസ് ഇത് ഇത്ര ഇങ്ങനെ വരും. അപ്പോൾ ഇത് നിങ്ങളുടെ മുട്ടിക്കുക. ഓക്കെ. ഇനിയിപ്പം ഇത്രയും പോർഷനാണ് എന്തോന്ന് തീറ്റാവോ, പൊങ്ങിയ പോർഷൻ. ഇത്രയും പോർഷനാണ് എന്തോന്ന് തീറ്റ ഡി, ഇടയ്ക്കുള്ള നിരപ്പ്. അതിനുശേഷം ഇതാണ് എന്തോന്ന് തീറ്റ ആർ, ഇറങ്ങിയ പോർഷൻ. ഓക്കെ. ഇനിയിപ്പം നമ്മളിതിനെ ഈ സൈഡ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്രയാണോ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അത്രയും ഈക്വൽ പാർട്സ് ആയിരിക്കണം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഒരു 6 ഈക്വൽ പാർട്സ് ആക്കി, ഇവിടെ ഇപ്പോൾ ഒരു 5 ഈക്വൽ പാർട്സ് ആക്കാം. അങ്ങനെ പറ്റില്ല. ഇവിടെ എത്രയാണോ ഈക്വൽ പാർട്സ് ആക്കുന്നത് അതേപോലെ തന്നെ ഇപ്പറയും ഈക്വൽ പാർട്സ് ആക്കണം. ഈക്വൽ പാർട്സ് ആക്കുന്ന എല്ലാം സെയിം ആയിരിക്കണം. ഓക്കെ. ഈ ഒരു പോയിന്റ് ഓർത്തോണം, ഈക്വൽ പാർട്സ് കേട്ടോ. കാരണം അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതല്ല, ഇനിയിപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അകത്ത് ഒരു സർക്കിളൊക്കെ വരയ്ക്കുമ്പോഴാണേലും ആ ഈക്വൽ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് വരരുത്. നിങ്ങൾ ഒരു ഇത്രയാണെന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചു വെച്ചിട്ടും ചെയ്യരുത്. ഈക്വൽ പാർട്സ് എത്രയാണ് ആക്കുന്നത് അത് തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും ഒരേപോലെ ഈക്വൽ പാർട്സ് ആക്കേണ്ടത്. ശരി. ഇനിയിപ്പം ഇതിനിപ്പം ഞാനിപ്പോൾ 120 ഡിഗ്രി, ഇതിനിപ്പോൾ ഞാൻ എത്രയാ
ഇതിപ്പം 6 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഞാൻ 6 ഈക്വൽ പാർട്സ് ആണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈക്വൽ പാർട്സ് ആക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാമിന് പെർഫെക്ഷൻ കാണത്തില്ല. അതായത് നമ്മളിങ്ങനെ വരയ്ക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം, വരയ്ക്കാൻ നേരത്തെ പെർഫെക്ഷൻ കാണില്ല. ഇപ്പം നിങ്ങളിപ്പം ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങളിപ്പം ഒരു പടം ഇങ്ങനെ അടുപ്പിച്ച് കുത്ത് വെച്ചിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അതും കൂടെ ഇങ്ങനെ ചേർത്ത് വരയ്ക്കാൻ എളുപ്പം, അതോ ഒന്ന് ഇങ്ങനെ 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 ഇരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അതിങ്ങനെ ചേർത്ത് വരയ്ക്കാൻ എളുപ്പം? അത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. എത്ര പാർട്സ് കൂടുതലായിട്ടുണ്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്യാം കിട്ടും. എത്ര നിങ്ങൾ ഡിവൈഡ് ചെയ്തത് വളരെ ചെറുതായിട്ടുണ്ടോ അത്രയും ഇതായിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നോർമലി നമുക്കൊരു 6 ഈക്വൽ പാർട്സ് ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ കൂടുതൽ ഒരു 8 ഈക്വൽ പാർട്സ് ഒക്കെ ആക്കിയെന്ന് പറഞ്ഞ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ക്യാം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു 6ൽ കുറയാതെ നിങ്ങൾ ഈക്വൽ പാർട്സ് ആക്കാൻ നോക്കാം. ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു 6 ഈക്വൽ പാർട്സ് എന്നുള്ള ഒരു ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഈക്വൽ പാർട്സ് ആക്കാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വരച്ചല്ലോ, അതിനുശേഷം ഇത് വെക്കുക 6 സെൻറ്റിമീറ്റർ. അപ്പം എന്തോന്നെടുക്കുക, 6 ഡിവൈഡഡ് ബൈ 6, അപ്പോൾ 1. അപ്പം 1 എന്നുള്ളതാണ് എന്തോന്ന് ഫസ്റ്റ്, അതിനുശേഷം 2, 3, 4, 5, അപ്പോൾ 6 ഈക്വൽ പാർട്സ്. അതുപോലെ തന്നെ മണ്ടയ്ക്ക് 1, 2, 3, 4, 5, ഓക്കെ. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട് സ്ട്രോക്ക് ഏതാണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇത് യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, ഇതിന് 6 ഈക്വൽ പാർട്സിലാക്കി അത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പം ഇപ്പം ഇതിന് 1, 2, 3, 4, 5, 6 എപ്പോഴും ഇവിടെ നിന്ന് തുടങ്ങരുത്, തൊട്ടിപ്പുറത്ത് നിന്ന് തുടങ്ങുക. 1, 2, 3, 4, 5, 6 ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ മാറ്റിയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോൾ. ഓക്കെ, അതിനുശേഷം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റും കൂടെ മണ്ടയ്ക്കത്തെ ഈ പോയിന്റും കൂടെ ചേർത്ത് വെച്ച് വരയ്ക്കണം. യൂണിഫോം വെലോസിറ്റിയുടെ കാര്യമാണ്. യൂണിഫോം വെലോസിറ്റി ഇങ്ങനെയാണ്. ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് മുട്ടുന്നതും ഇതും കൂടെ ചേരുന്ന ഇതാണ് എന്തോന്ന് 1'. ഇതും കൂടെ മുട്ടുന്ന ഇതാണ് എന്തോന്ന് 2'. ഇതും കൂടെ മുട്ടുന്നതാണ് 3'. ഇതും കൂടെ മുട്ടുന്നതാണ് 4'. ഇതും കൂടെ മുട്ടുന്നതാണ് 5'. ഇതും കൂടെ മുട്ടുന്ന ഈ പോയിന്റാണ് 6'. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇപ്പുറത്തെ സൈഡ്. ഇപ്പം ഇവിടെ നമ്മൾ എത്രയാണോ ഈക്വൽ പാർട്സ് ആക്കിയത് സെയിം ആയിട്ട് ഇപ്പറയും അതുപോലെ തന്നെ ഈക്വൽ പാർട്സ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു, അപ്പോൾ ഒന്നായിട്ട് എടുത്താൽ മതി, സിമ്പിളായിട്ട് എടുത്തത്. ഇവിടെയും ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്തോന്ന് ചെയ്യണം, 4.5 ഡിവൈഡ് ഇപ്പോൾ എത്ര ഈക്വൽ പാർട്സ് ആണ് 6 ചെയ്യാൻ നേരത്തെ എത്ര വരും 3/4, അതായത് 0.75 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു, 7ഉം 8ഉം ഇടയ്ക്ക് 0.75 മാർക്ക് ചെയ്തു. അതിനുശേഷം എന്തോന്ന് ചെയ്യണം, പ്ലസ് കൊടുക്കുക. പ്ലസ് 0.75 എന്ന് അടിക്കുക. അപ്പോൾ എത്ര വരും 1.5 എന്ന് വരും. അടുത്ത 1.5ൻ്റെ അവിടെ അടുത്ത കുത്ത്. ഇത് സമയം കളയാതെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്ലസ് 0.75 എത്ര വരും 2.25. അപ്പോൾ 2ഉം 2 ഇതിൻ്റെ ഇവിടെ. അതിനുശേഷം അടുത്ത എന്തോന്ന് പ്ലസ് 0.75, അപ്പോൾ 3 എന്ന് പറഞ്ഞു വരും. അപ്പോൾ 3 ഇവിടെ. അതിനുശേഷം 3.75 ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അതിനുശേഷം അടുത്ത് വരുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പോയിന്റ്സ്. ഞാൻ അതുപോലെ മണ്ടയ്ക്ക് വരാൻ നേരത്തെ 0.75, അതിനുശേഷം 0.75 പ്ലസ് 0.75 എത്രയായിരുന്നു 1.5, പിന്നെ 1.5 കഴിഞ്ഞിട്ട് 2.25, അതിനുശേഷം 3 വരും. 3ന് ശേഷം 3.75 വരും. അതിനുശേഷം ഇത് വരും. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടി മുട്ടിച്ചേക്കുക. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കേണ്ട ഈക്വൽ പാർട്സ് ആക്കിയതിന് ഇവിടെ നിന്നാണ് നമ്പർ ഇടേണ്ട, അല്ല ഇവിടെ നിന്നാണ് ഇടേണ്ടത്. 1, 2, 3, 4, 5, 6. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരു 0 O എന്ന് പറഞ്ഞിട്ടോ, അതുപോലെ തന്നെ ഇപ്പുറയും O എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. 0, 1, 2, 3, 4, 5, 6 ചെയ്യുമ്പോൾ
ഔട്ട് സ്ട്രോക്ക് തീരും. അതിനുശേഷം തീറ്റ ഡി കഴിഞ്ഞിട്ട് തീറ്റ ആറ് തുടങ്ങുന്നതിന് അവിടെ നിന്ന് 0 1 2 3 4 5 6 ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് തീറ്റ ആറ് തീരും. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതി നിങ്ങൾ വരയ്ക്കുക. അതായത് മണ്ടയ്ക്ക് ടച്ച് ചെയ്യുക, താഴെ ഇവിടെ ടച്ച് ചെയ്യുക, എന്നിട്ട് ഇതിനിങ്ങനെ വരയ്ക്കുക, യൂണിഫോം ആയിട്ട് വരയ്ക്കുക. അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് എന്തോന്ന് 1 ഇതും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് എന്തോന്ന് 2 ഇതും കൂട്ടിമുട്ടുന്ന 3 4 5 ഇത് ഈ പോയിന്റ് 6 അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ യൂണിഫോം വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇവിടുത്തെ നാണ്ട് ഈ സംഭവം ഇതും കൂടെ ഒന്നിങ്ങനെ കറപ്പിച്ച് വെക്കുക. അതിനുശേഷം ഇത് എന്നാ പറയുന്നത്, ഇത് ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് തന്നെ മണ്ടയ്ക്ക് ഇവിടെ വന്ന് ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ചാൽ മതി. ഇവിടെ മാത്രം ചെറുതായിട്ടൊരു ഹൈലൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇതിങ്ങനെ തന്നെ വരച്ചു. യൂണിഫോം വെലോസിറ്റി അല്ലേ, മറ്റേതിനാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. ശരി, അപ്പോൾ ഇതിങ്ങനെ വരച്ചു. ഇതാണ് യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഓഫ് യൂണിഫോം വെലോസിറ്റി.